സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുകയാണ്. പ്രയാറിനെ വീണ്ടും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. പക്ഷേ രാഹുൽ അങ്ങ് എൻ്റെ അടുത്തിരിക്കുകയാണ്. ഒരു മിനിറ്റ്. എനിക്ക് വന്ന ഒരു വാട്സാപ്പിൽ വന്ന ഒരു ചിത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. അതാ നോക്കൂ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ടെമ്പിൾ. അപ്പോൾ അദ്ദേഹം പറയായിരുന്നു അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപും ഇതേ പേര് തന്നെയായിരുന്നു എന്ന്. ഇനി അടുത്തത് കാണിച്ചു തരാം. ദാ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇത് രണ്ടും ശ്രീ പ്രയാർ ദാ 2 വാട്സാപ്പ് ചിത്രങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നാണ് ഞാൻ നേരത്തെ അങ്ങയോട് സംസാരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു അങ്ങ് ചുമതല ഏൽക്കുന്നതിന് മുൻപ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇതാ അടുത്തത് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നാണ് അതിൽ കിടക്കുന്നത് പേര്. ശ്രീ പ്രയാർ, ഞാനിത് മനസ്സിലാക്കി. വ്യത്യസ്തമായി മാറിയും തിരിഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടുണ്ടായി? ഒരു വ്യക്തതയില്ലാത്തത്. വിശ്വാസികളുടെ വിശ്വാസത്തിന് പ്രാമുഖ്യം നൽകി വ്യക്തത ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമം നടത്തും. നല്ല കാര്യം. പക്ഷെ ഒരൊറ്റ കാര്യം, തെറ്റാണെങ്കിൽ ഒരൊറ്റ കാര്യം, തയ്യാറാണ്. ശരിയാണെങ്കിൽ നമുക്ക് ഈ തെറ്റുകൾ ഇങ്ങനെ നിരന്തരം എനിക്ക് തെറ്റ് പറ്റിയാൽ ഞാൻ തിരുത്താൻ തയ്യാറാണെന്ന് പറയുന്നത് നമ്മുടെ തീരുമാനങ്ങളെല്ലാം ആത്മനിഷ്ഠമാകുമ്പോഴാണല്ലോ. നമുക്ക് പൊതുവായി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനൊരു വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട നിലവരില്ലല്ലോ. എല്ലാവരോടും ഒന്ന് ചർച്ച ചെയ്താൽ എന്തായിരുന്നു തടസ്സം? ഇതൊക്കെയാ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം എങ്ങനെ ഒരു സാമൂഹ്യ ചർച്ചയ്ക്ക് വിടും? താഴമൺ കുടുംബവുമായി ചർച്ച നടത്തിയോ? പന്തളം കുടുംബവുമായി ചർച്ച നടത്തിയോ? അതൊക്കെ ചർച്ച ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. തുടർ ചർച്ച അനിവാര്യവുമാണ്. ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചിട്ടുള്ളത്. ശ്രീ പ്രയാർ പറയുന്നത് മുഴുവൻ അങ്ങനെ തന്നെ വിശ്വസിക്കാൻ തയ്യാറല്ല ഞങ്ങൾ. കാരണം ഇതെല്ലാം താങ്കൾ വ്യക്തിപരമായി പറയുകയാണ്. ഞങ്ങളും അന്വേഷിച്ചു. പന്തളം രാജകുടുംബം പറയുകയാണ് ചർച്ച ചെയ്തിട്ടില്ല എന്ന്. ഞങ്ങൾ അന്വേഷിച്ചു. താഴമൺ കുടുംബം പറയുകയാണ് ചർച്ച നടത്തിയിട്ടില്ല എന്ന്. ആ കുടുംബത്തിന്റെ പ്രതിനിധിയായ രാഹുൽ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, പിന്നെ എല്ലാവരെയും ഓൺ ബോർഡിൽ എത്തിച്ചു എന്ന്. രാഹുൽ അരമണിക്കൂറിനുള്ളിൽ 2 വാക്ക് പറയുന്നു. അങ്ങ് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെയധികം നന്ദി. ഈ പ്രതികരിച്ചതിന് എനിക്ക് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഒരു നിമിഷം. ശ്രീ രഞ്ജിത്ത് മാരാർ, അങ്ങ് പറഞ്ഞൊരു തലം ഇതിനുണ്ട്. രഞ്ജിത്ത് കേൾക്കാമോ? സാങ്കേതിക പ്രശ്നം കൊണ്ട് വേഗം അത് പരിഹരിച്ചുകൊണ്ട് വരാം. ബിജു, ഒരു നിമിഷം. ബിജു, ഇത് കോടതിയിലേക്ക് പോകുമ്പോൾ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിന് ഈ പ്രയാർ പറയുന്നതിലും അജയ് തറയിൽ പറയുന്നതിലും കാര്യമുണ്ട് എന്നുകൂടെ പറയേണ്ടി വരും. കാരണം ഇവരിപ്പോൾ അയ്യപ്പസ്വാമി ടെമ്പിൾ എന്ന് ഇതിൻ്റെ പേര് മാറ്റുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം മാനുവൽ വോളിയം 2 പേജ് 180 അതിൽ വിഗ്രഹത്തെ അയ്യപ്പസ്വാമി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒന്ന് 1174 അയ്യപ്പസ്വാമിയെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പന്തളം രാജാവ്, പൂഞ്ഞാർ രാജാവ്, പാണ്ഡ്യൻ രാജാവ് എല്ലാവരും. ഇനി 1949 ഇത് തീവച്ച് നശിപ്പിക്കപ്പെട്ടപ്പോൾ, പിന്നീട് ഈ വിഗ്രഹം തച്ചുടയ്ക്കപ്പെട്ടപ്പോൾ ഒന്നും അവിടെ വെക്കാനില്ല പുനഃപ്രതിഷ്ഠയ്ക്ക്. ആ ഘട്ടത്തിൽ തിരുവിതാംകൂർ രാജാവ് അദ്ദേഹം ഉപാസിച്ചിരുന്ന ഒരു വെള്ളി അയ്യപ്പ വിഗ്രഹം എടുത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടാണ് അവിടെ പിന്നെ പുനഃപ്രതിഷ്ഠാകർമ്മത്തിലേക്ക് ആ രൂപത്തിൽ നിർവഹിക്കപ്പെടുന്നത്. അതും സ്വാമി അയ്യപ്പൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ദീർഘകാലമായി ഇത്തരമൊരു തെറ്റുണ്ടായിരുന്നുവെന്നും അത് തിരുത്താനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുന്ന ഘട്ടത്തിൽ അത് നിർവഹിച്ചുവെന്നുമാണ് ഈ പ്രയാറും അജയ് തറയിലുമൊക്കെ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നത്. എൻ്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നു. ആ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ് ഇവരെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും ട്രസ്റ്റീസും ഒക്കെ ആക്കിയിട്ടുള്ളത്. ഈ പ്രയാർ ഗോപാലകൃഷ്ണനും അതോടൊപ്പം രാഹുൽ ഈശ്വരും ഒക്കെ പറയുന്ന ഈ നൈഷ്ഠിക ബ്രഹ്മചര്യവും ധ്യാന ശ്ലോകനമൊന്നും എന്തുകൊണ്ട് ഇവർക്ക് തന്ത്രിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഇവർക്ക് പന്തളം കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല? അപ്പോൾ ഇവർക്ക് ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, ചില നിക്ഷിപ്ത താല്പര്യം. ഇടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായ കാര്യം സമ്മതിക്കുന്നു. പക്ഷേ ഒരു 2 വരി കൂടെ, പ്രയാർ സാറിനെ പോലെ ഒരാളെ കിട്ടിയത് ഭാഗ്യമാണ്. കാര്യം ശബരിമലയ്ക്ക് വേണ്ടി പോരാടുന്ന വേറൊരാൾ ഇല്ല അവിടെ. ഈ അമ്പലത്തെ സംരക്ഷിക്കാൻ ആരെങ്കിലും നിൽക്കണം. പിന്നെ ഒരു വരി കൂടി മന്ത്രി കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് 1816 ഇറങ്ങിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് റെക്കോർഡ്സ് ആണ്. ഇത് ശ്രീ ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ കാണിക്കുക, അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്ത കാര്യമാണ്. അന്ന് പോലും ഇതിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് DT എന്ന് ബ്രിട്ടീഷുകാർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങ്
പറഞ്ഞതുപോലെ ഒരു ഗ്രേ ഏരിയയിൽ ഇത് രണ്ടും മാറി മാറി ഞാൻ ഉപയോഗിക്കാറുണ്ട്. പറഞ്ഞത് തന്ത്രിയും പന്തള രാജകുടുംബത്തിനെയും ഇപ്പോൾ ഓൺ ബോർഡാണ് എല്ലാവരും. ഞാൻ പറയുന്നു മന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാവരും. എന്തുകൊണ്ട് രഹസ്യമായി ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? അദ്ദേഹം ഇതിന് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളാണോ? ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആളാണോ? ഈ തന്ത്രവിദ്യയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണോ? ഞാൻ മനസ്സിലാക്കുന്ന അയാൾ കോൺഗ്രസ് നേതാവായതുകൊണ്ട് ഇതിന്റെ പ്രസിഡന്റായി. ഇപ്പൊ എന്തുകൊണ്ടായി ഇങ്ങനെ കുറെ താല്പര്യങ്ങൾ വരുന്നു? അപ്പൊ ചില നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. ഒന്നുമില്ല, ആ ശബരിമലയെ നിഗൂഢ രക്ഷിക്കാൻ ലക്ഷ്യത്തിന്റെ താല്പര്യം മാത്രമേ ഭാഗമായിട്ടുള്ള ഉള്ളൂ. ശബരിമലയെ കള്ളക്കളിയുണ്ട്. രക്ഷിക്കാൻ ഒരൊറ്റ മനുഷ്യൻ ഒരു മനുഷ്യാവതാരം എടുത്തു അല്ലല്ല, ശബരിമലയെ രക്ഷിക്കാൻ ഞങ്ങളെ അടക്കം മുന്നിൽ നിന്ന് പടത്തലേനെ പോലെ പൊരുന്ന ഒരാളാണ് പ്രയാർ ഗോൾഡ് സാർ. അദ്ദേഹം വർഗീയവാദി അല്ല, അദ്ദേഹം കോൺഗ്രസ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രഞ്ജിത് മാരാർ, ഒരു നിയമപ്രശ്നം ഇവിടെ ഇപ്പോ ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. മാരാർ കേൾക്കാമല്ലോ? കേൾക്കാം. അയ്യപ്പൻ എന്നാൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, ശാസ്താവ് കുടുംബസ്ഥനുമാണ്. അപ്പോൾ ഈ പുതിയ കേസിൽ ഈ പുതിയ ഒരു തിരുത്തൽ ദേവസ്വം ബോർഡ് നടത്തി ആ കാര്യം വേണുഗോപാൽ മുഖാന്തരം ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ബെഞ്ചിനെ, പ്രത്യേക ബെഞ്ചിനെ അറിയിച്ചാൽ ഇതുവരെയുള്ള ഈ കേസിൻ്റെ ഗതികൾ മുഴുവൻ മാറിക്കൊണ്ടുള്ള ഒരു ഉത്തരവിലേക്ക് ഇത് പോകുമോ? അങ്ങനെ കരുതാമോ? ഈ പേര് മാറ്റിയത് കൊണ്ട് കേസ് ജയിക്കണം എന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരു ജഡ്ജിയായിട്ടിരിക്കണം. അതിപ്പോൾ ഇല്ലാത്തത് കൊണ്ടിട്ട്, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉള്ളത് കൊണ്ടിട്ട് പേര് മാറ്റിയത് കൊണ്ടിട്ട് ഒരു വ്യത്യാസം വരാനില്ല. ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഇവർ ഉദ്ദേശിക്കുന്നത് പേര് മാറ്റിയത് കൊണ്ട് ഐഡലിൻ്റെ ക്യാരക്ടർ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് ഇവർ ഉദ്ദേശിച്ചേക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഒരു എന്താ പറയുക, നമ്മുടെ യുക്തിക്കൊന്നും ചേരാത്ത ഒരു അഭിപ്രായമായിട്ടാണ് ഇതെല്ലാം തോന്നുന്നത്. ഒറ്റ കാര്യം എനിക്ക് പറയാൻ വേണു, ഇപ്പോൾ ഡിസിഷൻ എടുത്തിട്ടില്ല എന്ന് പ്രയാർ പറഞ്ഞു. ഇനിയിപ്പോൾ ഒറ്റ കാര്യം നമുക്ക് പറയാം, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഈ ബ്രാഹ്മണിസൊക്കെ ഇവിടുന്ന് പോയി ഇവരെല്ലാം നമ്മളെ ഭരിക്കണ ഒരു അവസ്ഥയിൽ നമ്മളില്ലാത്തത് നമ്മൾ എന്തോ ഒരു ഭാഗ്യം ചെയ്തുകൊണ്ടിട്ടാണ്. ഈ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും എന്താണ് കാര്യങ്ങളെന്നൊന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളെല്ലാം ഒരേ ബോർഡിലാണെന്ന് വന്ന് പറഞ്ഞ് ഓരോ തോന്നിയാസങ്ങൾ ചെയ്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാതെ ഇങ്ങനെ ഓരോ തീരുമാനം എടുത്തിട്ട് ശശികല ടീച്ചറിനെയും കാനം കുമ്മനം രാജേട്ടനെ കുറിച്ചൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക. ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്താണ്, ഇനി തന്ത്രിമാർക്കുള്ള റൈറ്റ്സ് എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലും വായിൽ തോന്നണ പ്രശാന്ത് മാരാറിന് ഇപ്പോഴും ജാതിയുടെ വാലുണ്ടെന്ന് മറക്കരുത്. പിന്നെ അങ്ങേപ്പോലുള്ള ഒരു തന്ത്രി അല്ലാത്തോണ്ട് ഈ കാര്യങ്ങൾ രഞ്ജിത്ത് മാരാർ ഇപ്പോഴും വാലുണ്ട്. അപ്പോൾ അങ്ങേപ്പോലുള്ള ഒരു തന്ത്രിമാരല്ലാത്തോണ്ട് ഭാവം എന്താണെന്നും ഡിടിയുടെ റൈറ്റ്സ് എന്താണെന്നും സുപ്രീം കോടതിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ശ്രീ വി കെ ബിജു അടക്കമുള്ള ആൾക്കാർ അങ്ങ് സംസാരിക്കും. ഡിടിയുടെ റൈറ്റ്സും ആർട്ടിക്കിൾ 25ന്റെ റൈറ്റ്സും വെച്ച് ഞങ്ങൾ വാദിക്കും. ഹാജി അലി കേസ് ജയിച്ചു, ഗോപാൽ സുബ്രഹ്മണ്യ വാദിച്ചത്. അതേപോലെ ഈ കേസ് എന്നോട് സഹകരിക്കണം. എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് കൂടി പോകണം.